വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇനി നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റ് പിസ്സ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ തവയിലാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. ഈസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഒരു പിസ്സക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. 1 കപ്പ് മൈദ, പിന്നെ നമുക്ക് വേണ്ടത് 1/3 കപ്പ് തൈര് വേണം. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ 1/4 കപ്പിനേക്കാളും ഒരു 2 ടേബിൾ സ്പൂണോളം അധികം വരും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പി കൊടുക്കാം കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും ആവശ്യമില്ല. നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാറാണ് പതിവ്. നമുക്കിത് ഒത്തിരി നേരം റൈസ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസ്റ്റ് ഇട്ടിട്ട് ചെയ്യുന്ന പോലെ ഇൻസ്റ്റൻ്റായിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ ഡോ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഇതിനൊന്ന് റൗണ്ടിൽ പരത്തിയെടുക്കാം. പക്ഷേ ഒത്തിരി കനം കുറയ്ക്കരുത്. ഒരു 1 ഇഞ്ച് തിക്നെസ്സിലെങ്കിലും ഇത് പരത്തിയെടുക്കണം. ഒത്തിരി തിക്നെസ് വേണം. അതിനുശേഷം ഒരു ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. 2 വശവും ഒത്തിരി ബ്രൗൺ കളർ ആവുന്നവരെ വേവിക്കണ്ട. പിന്നെ ഫോർക്ക് കൊണ്ട് ഒന്ന് ഇതുപോലെ കുത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വീർത്ത് വരും. ഇതിങ്ങനെ ബബിൾസ് വരും ഇതിൻ്റെ മേലെ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ ഇത് പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു വശം ഏകദേശം ആയിട്ട് വരുമ്പോൾ ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് കൊടുക്കാം. ഏകദേശം ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പിസ്സ സോസ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കവും സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇത് ബാക്കി വന്ന് ഫ്രൈഡ് ചിക്കൻ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ കുറച്ച് മൊസറല്ല ചീസ്, അതുപോലെ ക്രഷ് ചെയ്ത റെഡ് ചില്ലിയാണിത്. അത് നമുക്കിതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇങ്ങനെ മേലയിലിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ വരുന്നത്, പിസ്സൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നത് ഈ ഒരു ഒറിഗാനോ ഇടുമ്പോഴാണ് കേട്ടോ. വെറും വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. പിന്നെ നമുക്കിതിനെ ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചീസ് മെൽറ്റ് ആവുന്നവരെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചുറ്റും. ഇനിയിത് ചീസ് മെൽറ്റായിട്ട് വരട്ടെ. ഏകദേശം ഒരു 5-7 മിനിറ്റ് ആയപ്പോഴേക്കും ചീസ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ഈസ്റ്റ് ഇട്ട പിസ്സയും ഇതും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. കണ്ടില്ലേ, നല്ല ചീസ് ഫുൾ പിസ്സ എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് വിനീഷ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ.